ഹിന്ദു ഐക്യവേദി സംസ്ഥാന കാര്യാലയം മഹാത്മാ അയ്യങ്കാളി ഭവന്റെ ശിലാന്യാസം നടന്നു. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഹിന്ദു സാംസ്കാരിക കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. അയ്യങ്കാളി ഭവൻ മുഴുവൻ ഹൈന്ദവ വിഭാഗത്തിന്റെയും ആശ്രയ കേന്ദ്രമായി മാറുമെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം കുറിച്ചു. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന കാര്യാലയമായ ഹിന്ദു സാംസ്കാരിക കേന്ദ്രത്തിന് മഹാത്മാ അയ്യങ്കാളിയുടെ പേര് നൽകിക്കൊണ്ടാണ് ശിലാന്യാസ ചടങ്ങുകൾ നടന്നത്. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ സാംസ്കാരിക കേന്ദ്രത്തിന് ആധാര ശിലാന്യാസം നടത്തി. ഹിന്ദു ഐക്യവേദിയുടെ ജന്മസ്ഥലത്ത് തന്നെ ആസ്ഥാന മന്ദിരം ഉണ്ടാകണമെന്നത് പൂജനീയ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ ആഗ്രഹമാണ് ഈ ധന്യ നിമിഷത്തിലൂടെ സാക്ഷീകരിച്ചതെന്നും കുമ്മനം പറഞ്ഞു. അവശജനനായകനായ മഹാത്മാ അയ്യങ്കാളിയുടെ പേരിൽ ഇത്തരം ഒരു കാര്യാലയം സ്ഥാപിക്കുന്നതിലൂടെ മുഴുവൻ ഹൈന്ദവ സമൂഹത്തിന്റെയും ഉദ്ധാരണമാണ് ലക്ഷ്യം വഹിക്കുന്നതെന്നും കുമ്മനം വ്യക്തമാക്കി. ഇവിടെ ഇങ്ങനെ ഒരു മന്ദിരം പണിയുന്നത് ഈ കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായ അവശജനോദ്ധാരകനായ മഹാത്മാ അയ്യങ്കാളിയുടെ പേരിലാണ് എന്നുള്ളതും വളരെയേറെ പ്രസക്തമാണ്, അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്ന കാര്യവുമാണ്. ഹൈന്ദവ സമൂഹത്തെ ഈ നിലയിലേക്ക് പടുത്തുയർത്തിക്കൊണ്ടുവരാൻ ഒട്ടേറെ മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളും സാംസ്കാരിക നായകന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും എല്ലാമുണ്ട്. അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ശിലാന്യാസത്തിന് നേതൃത്വം നൽകിയ പൂജാരിമാരെയും കല്ലാശാരിമാരെയും ചടങ്ങിൽ ദക്ഷിണ നൽകി ആദരിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുൻ സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാർ, ഹിന്ദു ജാഗരൺ മഞ്ച് ദേശീയ സംയോജകൻ അശോക് പ്രഭാകർജി, വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി, ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, പന്ത്രികുല സനാതനധർമ്മ ഗുരുകുല ക്ഷേത്രമാചാര്യൻ സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജ്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് T ജയചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.